നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം അരൺമനൈ 4ന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. സിനിമ മുഴുവനായും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. കഥ ആരംഭിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു പൂജാരി തന്റെ മകളുമൊത്ത് അക്കരെയുള്ള അമ്പലത്തിലേക്ക് ഉത്സവത്തിനായി പുറപ്പെടുകയാണ്. പൂജാരിയുടെ ഭാര്യയ്ക്ക് മകളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. എന്നിരുന്നാലും പൂജാരിയുടെ നിർബന്ധപ്രകാരം മകളെന്ന് പൂജാരിക്കൊപ്പം ഉത്സവം കൊണ്ടാടാൻ അക്കരയ്ക്ക് വഞ്ചിയിൽ പോവാനാരംഭിച്ചു. പൂജാരി വഞ്ചി തുഴഞ്ഞു. മകളാകട്ടെ വള്ളത്തിൽ കൈതലോടി സന്തോഷത്തോടെയിരുന്നു. ആ സമയം ഉത്സവത്തെപ്പറ്റി മകൾ പൂജാരിയോട് ചോദിക്കുന്നുമുണ്ട്. പൂജാരി പറഞ്ഞു, അവിടെ ബാക്കെന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ദുഷ്ടശക്തി, ഒരു പ്രേതശക്തി ഉണ്ടായിരുന്നു. ഒരു ഡീമൻ, വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അപൂർവ പ്രേതശക്തി. ആ പ്രേതശക്തി ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അയാളുടെ രൂപം സ്വീകരിക്കാൻ ആ പ്രേതശക്തിക്ക് സാധിക്കും. ആ രൂപത്തിൽ അവരുടെ കുടുംബത്തിലേക്ക് ചെന്ന് ബാക്കെന്ന് വിളിക്കപ്പെടുന്ന ആ പ്രേതശക്തി കുടുംബത്തിലെ ഏവരെയും കൊന്നുകളയും. അത്തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ എന്തിലോ തട്ടി പൂജാരിയുടെ മകളുടെ കൈ മുറിഞ്ഞു. രക്തം ആ നദിയിലേക്ക് വീഴാൻ തുടങ്ങി. ഈ സമയം വഞ്ചി തുഴയുകയായിരുന്ന പൂജാരിയുടെ തുഴക്കോലുകൊണ്ട് നദിക്കടിയിലുണ്ടായിരുന്ന ഒരു കുടം പൊട്ടിയിരുന്നു. പൂജാരി പറഞ്ഞുകൊണ്ടിരുന്നു, ഏറെ ശക്തിയുള്ള ബാക്കിനെ ദേവി സന്നാഹത്തോടെ പൂജാരിമാരൊക്കെ ചേർന്ന് ബന്ധിപ്പിച്ച് എവിടെയോ നിക്ഷേപിച്ചു. അത് കൊണ്ടാടുന്ന ഉത്സവമാ അക്കരക്കരയിൽ നടക്കുന്നത്. പറഞ്ഞു തീർത്ത് പൂജാരി നോക്കിയപ്പോൾ കാണുന്നത് തന്റെ മകൾ ഒരു മീനും പിടിച്ചിരിക്കുന്നതാണ്. പൂജാരി ഞെട്ടിത്തെറിച്ചു നിന്നു. ആ നിമിഷം തന്നെ പൂജാരി മറ്റൊരു കാഴ്ചയും കണ്ടു. തന്റെ മകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. നദിക്കടിയിൽ കുടത്തിൽ ബന്ധിപ്പിച്ചിരുന്ന ബാക്ക് പൂജാരിയുടെ തുഴക്കോല് കൊണ്ട് പൊട്ടി പുറത്തു വന്നിരുന്നു. കൈമുറിഞ്ഞ രക്തം നദിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നതിനാൽ ആ രക്തം വഴി പൂജാരിയുടെ മകളെ കൊന്ന് മകളുടെ ശരീരത്തിൽ ബാക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നു. കൃത്യം ഈ സമയമായിരുന്നു അക്കരക്കരയിൽ ഉത്സവത്തിന്റെ മുഹൂർത്ത സമയം എത്തിയത്. ബാക്ക് ആ സമയം ഏറെ വീക്കായിരിക്കും എന്ന് പൂജാരി തിരിച്ചറിഞ്ഞിരുന്നു. ഉടൻ തന്നെ ദിവ്യജലമെടുത്ത് ബാക്കിന്റെ മേലേക്ക് തളിച്ച് ബാക്കിനെ പൂജാരി ആവാഹിച്ചെടുത്തു. ബാക്കിനെ തന്റെ അടിമയാക്കി. മകൾ മരിച്ചതറിഞ്ഞാൽ തന്റെ ഭാര്യ വിഷമിക്കും എന്നറിയാവുന്ന പൂജാരി തന്റെ ബന്ധിയായ അടിമയായ ബാക്കിനോട് മകളെപ്പോലെ വീട്ടിലെത്തിയാലും അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു. പൂജാരി അങ്ങനെ ബാക്കിനെ തന്റെ അടിമയാക്കി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പൂജാരിയുടെ മകളുടെ രൂപത്തിൽ ബാക്കങ്ങനെ പൂജാരിയുടെ വീട്ടിൽ താമസമാക്കി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ശരവണൻ എന്നുപേരുള്ള ഒരു അഡ്വക്കേറ്റിനെയും ശരവണന്റെ അമ്മയെയും നമ്മൾ പരിചയപ്പെടുന്നു. നീതി നേർമ എന്ന തരത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു ശരവണൻ. ശരവണന് സെൽവി എന്നു പേരുള്ള ഒരു സഹോദരിയുണ്ട്. സഹോദരി പ്രേമിച്ച് കല്യാണം കഴിച്ച് 10 കൊല്ലം മുമ്പ് വീട് വിട്ടുപോയതാണ്. അതിനുശേഷം ശരവണനും അമ്മയും സെൽവിയെ കണ്ടിട്ടില്ല. മറുവശത്ത് സെൽവിയാകട്ടെ തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. സെൽവിയുടെ ഭർത്താവ് ഒരു എഞ്ചിനീയറാണ്. കെട്ടിടങ്ങൾ വാങ്ങിയത് റിനോവേറ്റ് ചെയ്ത് വിൽക്കലാണ് അയാളുടെ തൊഴിൽ. അതിനുവേണ്ടി തന്റെ ഗ്രാമത്തിൽ തന്നെ ഒരു പഴയ കൊട്ടാരം അയാൾ വാങ്ങി. അത് പുതുക്കി വിൽക്കലായിരുന്നു അയാളുടെ ലക്ഷ്യം. കുറച്ചു കാലത്തേക്ക് സെൽവിയും ഭർത്താവും മക്കളും അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. സന്തോഷത്തോടെ നാളുകൾ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം സെൽവിയുടെ ഭർത്താവ് ജോഗിങ്ങിനിറങ്ങിയതായിരുന്നു. പക്ഷേ കാടിനാൽ ചുറ്റപ്പെട്ട ആ പ്രദേശത്ത് കാടിനുള്ളിലൂടെ ജോഗ് ചെയ്തുകൊണ്ടിരിക്കെ സെൽവിയുടെ ഭർത്താവ് രവി എന്നു പേരുള്ള ഗ്രാമത്തലവന്റെ മകനെ കണ്ടു. അവൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അതിനുവേണ്ടി അവിടമൊക്കെ വീഡിയോയിൽ പകർത്തുകയായിരുന്നു. രവിയോട് കുറച്ച് സംസാരിച്ച് സെൽവിയുടെ ഭർത്താവ് ജോഗിംഗ് തുടർന്നു. പെട്ടെന്ന് സെൽവിയുടെ ഭർത്താവിനെ ഒരു പുകമയം വന്നുമൂടി. അത് ബാക്കായിരുന്നു. ബാക്ക് സെൽവിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തി സെൽവിയുടെ ഭർത്താവിന്റെ രൂപം സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയാണ്. കൊട്ടാരത്തിലെത്തി സെൽവിയുടെ ഭർത്താവിന്റെ രൂപത്തിലുള്ള ബാക്ക് സെൽവിയുടെ മകൾ എവിടെയെന്ന് ചോദിച്ചു. അധികം വൈകാതെ കൊട്ടാരത്തിന് പുറത്ത് നാട്ടുകാരുടെ സംഘം സെൽവിയെ വിളിച്ച് ഓടി വരികയാണ്. സെൽവി പുറത്തേക്കെത്തിയതും വനപാതയിൽ ഭർത്താവ് മരിച്ചു കിടക്കുന്നു എന്ന് നാട്ടുകാരുടെ അടുത്തുനിന്ന് കേട്ടതും സെൽവി ഞെട്ടിത്തെറിച്ച് നാട്ടുകാരുടെ ഒപ്പം അങ്ങോട്ടേക്ക് ഓടി. ഈ സമയം ആ പ്രദേശത്തേക്ക് രവി എത്തിച്ചേർന്നിരുന്നു. കൊട്ടാരമടക്കം വീഡിയോയിൽ പകർത്തിയിരുന്ന രവി ഒരു ശബ്ദം കേട്ട് കൊട്ടാരത്തിലെ കിണറിന്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ സെൽവിയുടെ മകൾ ശക്തി വീണ് ബോധമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. തലയിൽ മുറിവേറ്റിട്ടുണ്ട്. തൊട്ടടുത്ത കിണറ്റിലേക്ക് എത്തി നോക്കി രവി ഞെട്ടിത്തെറിച്ചുപോയി. കിണറ്റിനകത്ത് സെൽവി തൂങ്ങി മരിച്ചു കിടക്കുന്നു. കുറച്ചു മുമ്പ് സെൽവി കാടിനകത്തേക്ക് നാട്ടുകാരുടെ ഒപ്പം പോകുന്നത് രവി കണ്ടതുമായിരുന്നു. വൈകാതെ ആ വിവരം മുഴുവൻ നഗരത്തിലായിരുന്ന ശരവന്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തുകയാണ്. തന്റെ സഹോദരിയുടെ
അമ്മയുടെ മരണവിവരം ശരവണനെ ഏറെ അലട്ടുന്നുണ്ട്. സെൽവിയുടെ ഭർത്താവ് സന്തോഷിനും അധികം ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൊട്ടാരത്തിന്റെ ഉത്തരവാദിത്തവും അവരുടെ കടങ്ങളും മുഴുവൻ ശരവണന്റെയും അമ്മയുടെയും അടുത്തേക്കെത്തുന്നു. ശരവണനും അമ്മയും പുറപ്പെട്ട് ഗ്രാമത്തിലെ ആ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അവിടെ ആ സമയം സെൽവിയുടെ ഭർത്താവ് സന്തോഷിന്റെ പണിക്കാരായിരുന്ന ഒരു മേസനും ഒരു കാർപ്പൻറ്ററും ഉണ്ടായിരുന്നു. അവരും ശരവണന്റെ ആ പ്രോജക്റ്റിൽ പങ്കാളികളായിരുന്നു. ഒരു ജമീന്ദാറുടെയാണ് ആ കൊട്ടാരം. ജമീന്ദാർക്ക് ഇനിയും കൊട്ടാരത്തിന്റെ ബാക്കി പൈസ കൊടുക്കാനുണ്ട്. അയാളും അയാളുടെ മകളും അവിടെയാണ് താമസിക്കുന്നത്. ജമീന്ദാറുടെ മകൾ മായ ഒരു ഡോക്ടറാണ്. ഗ്രാമത്തിൽ സൗകര്യമുള്ള ആശുപത്രിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു തലയ്ക്ക് ആഘാതമേറ്റ് കോമയിൽ കിടക്കുന്ന സെൽവിയുടെ മകൾ ശക്തിയെ ഡോക്ടർ കൂടിയായ മായ സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത് പരിപാലിച്ചുകൊണ്ടിരുന്നത്. ശക്തി ഇംപ്രൂവായി വരുന്നുമുണ്ടായിരുന്നു. ജൂനിയർ ശരവണനാകട്ടെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ആ വീട്ടിൽ ജീവിക്കുന്നുമുണ്ട്. എങ്ങനെയും ആ കൊട്ടാരം വിറ്റ് അതിന്റെ ബാക്കി പണം ജമീന്ദാർക്ക് കൊടുത്ത് പിന്നെ കിട്ടുന്ന പണവുമായി മക്കളെയും കൂട്ടി അവിടെ നിന്ന് നഗരത്തിലേക്ക് പോകാം എന്നായിരുന്നു ശരവണനും അമ്മയും ചിന്തിച്ചിരുന്നത്. പക്ഷേ തുടർച്ചയായി നടക്കുന്ന ചില സംഭവങ്ങൾ കാരണവും പണ്ട് പ്രണയിച്ച വിവാഹത്തിന് സമ്മതിക്കാതെ സെൽവി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ശരവണൻ അത് തടഞ്ഞിരുന്നു. അന്ന് സെൽവി ശരവണന് വാക്കുകൊടുത്തതാണ് ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ലെന്ന്. ആ സെൽവി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നതും വിശ്വസിക്കാൻ ശരവണന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രവിക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി കേസിനെ പറ്റി അന്വേഷിക്കാൻ ശരവണൻ ശ്രമിക്കുന്നു. സെൽവിയുടെ ഭർത്താവ് മരിച്ച ആഘാതത്തിൽ സെൽവി ആത്മഹത്യ ചെയ്തതാണെന്നും അത് കണ്ട് അങ്ങോട്ടേക്കെത്തിയ മകൾ തെന്നി വീണ് തലക്ക് പരിക്കേറ്റ് കോമയിലായതാണെന്നുമായിരുന്നു പോലീസ് ഭാഷ്യം. ശരവണൻ അതിനെ ചോദ്യം ചെയ്തതും അവിടുത്തെ ഇൻസ്പെക്ടർ ക്ഷുഭിതനാവുകയാണ്. ഇൻസ്പെക്ടർ പോയതും കോൺസ്റ്റബിൾ ശരവണനെ സമാധാനിപ്പിച്ചു. ആ ഗ്രാമത്തിൽ 10 വർഷത്തിലൊരിക്കൽ നടക്കപ്പെടുന്ന വലിയൊരു ഉത്സവം നടക്കാൻ പോവുകയാണ്. വലിയൊരു ആഘോഷം തന്നെയാണത്. 2 ദിവസം കഴിഞ്ഞാൽ ഉത്സവം അരങ്ങേറും. ഇൻസ്പെക്ടർ അതിന്റെ ടെൻഷനിലാണെന്നും അത് കഴിഞ്ഞൊക്കെയും സംസാരിക്കാം എന്നും കോൺസ്റ്റബിൾ ശരവണനെ അറിയിക്കുന്നു. ശരവണനും രവിയും അതുകൊണ്ട് മടങ്ങുകയാണ്. കാട്ടുപാതയിലൂടെ മടങ്ങുന്ന സമയം താൻ വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അവിശ്വസനീയമായ കുറച്ച് കാര്യങ്ങൾ രവി ശരവണനോട് പറഞ്ഞു. പ്രത്യേകിച്ചും സെൽവി നാട്ടുകാരുടെ ഒപ്പം പോയ ശേഷം സെൽവിയുടെ മൃതദേഹം തൊട്ടു പിന്നാലെ കിണറിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ താൻ കണ്ട കാര്യം സൂപ്പർ നാച്ചുറലായി തോന്നിയ ആ കാര്യം ശരവണനെയും ഒന്ന് ഞെട്ടിച്ചിരുന്നു. മാത്രമല്ല വീഡിയോ ക്ലിപ്പിങ്ങുകൾ പരിശോധിച്ചപ്പോൾ സെൽവിയുടെ ഭർത്താവ് ജോഗ് ചെയ്തു പോകുമ്പോൾ ഒരു സ്വാമി എത്തി നോക്കുന്ന ദൃശ്യം ശരവണൻ നോക്കിക്കണ്ടു. ആ സ്വാമി ആരാണെന്ന് ചോദിച്ചപ്പോ ഉത്സവത്തിനിവിടെ നിരവധി സ്വാമിമാർ വരാറുണ്ടെന്നും അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും അത് എന്നുമായിരുന്നു രവിയുടെ മറുപടി. പെട്ടെന്ന് അവരുടെ വണ്ടി ബാക്കിനാൽ ആക്രമിക്കപ്പെടുകയാണ്. രവി പേടിച്ച് വണ്ടി സ്കിഡ് ചെയ്തു നിർത്തി. കാടിനകത്ത് അനക്കം കണ്ട് ശരവണൻ കാറിൽ നിന്നും ഇറങ്ങി ക്യാമറ അവിടെയിട്ട് അനക്കം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കാൻ പോകുന്നു. പേടിച്ചു വിറച്ച് രവി കാറിനുള്ളിലിരുന്നു. പക്ഷേ ബാക്ക് കാറിനകത്തേക്ക് കടന്നു കയറുകയും സെൽവിയുടെ രൂപം പ്രാപിച്ചിരുന്ന ബാക്ക് രവിയെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. ശബ്ദം കേട്ട് ശരവണൻ തിരിച്ചു വന്നു നോക്കുമ്പോൾ അവിടെ വണ്ടിയും രവിയും തന്നെ ഇല്ലായിരുന്നു. വീണുകിടക്കുന്ന വീഡിയോ ക്യാമറയിലെ ദൃശ്യങ്ങൾ ശരവണൻ പരിശോധിച്ചു. മുമ്പ് കണ്ട അതേ സ്വാമി ആ വീഡിയോ ക്യാമറയിൽ എത്തി നോക്കുന്നതും ശരവണൻ നോക്കിക്കണ്ടു. പിന്നീട് വീട്ടിലെത്തുന്ന ശരവണൻ ജമീന്ദാറുടെ മകൾ മായക്കൊപ്പം ഉത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ആ ഉത്സവത്തിന്റെ മഹത്വത്തെപ്പറ്റി മായ ശരവണനോട് വ്യക്തമായും പറഞ്ഞു. 10 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവം. ഏറ്റവും വലിയ ദേവി വിഗ്രഹം അവിടെ സൃഷ്ടിക്കപ്പെടും. ദേവി വിഗ്രഹത്തിൽ നിന്ന് പാഞ്ഞുപോകുന്ന ശൂലം എതിരിൽ നിർമ്മിക്കപ്പെടുന്ന പൈശാചിക ശക്തിയുടെ വിഗ്രഹത്തിലേക്ക് വീഴും. അത് കത്തിയമരും. അതോടെ ഉത്സവം അവസാനിക്കും. ആ സമയം അങ്ങോട്ടേക്ക് നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്ന ബാക്കിനെ അടിമപ്പെടുത്തിയിരുന്ന പഴയ പൂജാരിയും പുണ്യജലവുമായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിന് മുമ്പിലെത്തി അമ്പലത്തിന്റെ മകുടങ്ങളിലേക്ക് നോക്കിയതും അതിൽ ഒന്നില്ലെന്നത് പൂജാരിയെ വല്ലാതെ ഭയപ്പെടുത്തി. പൂജാരി ഞെട്ടിത്തെറിച്ച് അവിടെ നിന്നും തിരികെയോടി. ആ സംഭവങ്ങൾക്ക് ശേഷം കാടിനുള്ളിലൂടെ ശരവണൻ തിരികെ വരികയായിരുന്നു. ആ സമയമാണ് ഒരു പട്ടി രവിയുടെ ഷൂസും കടിച്ചോടുന്നത് ശരവണന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പട്ടി വന്ന വശത്തേക്ക് ശരവണൻ ചെന്നു നോക്കി. കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. രവിയുടെ വാഹനം വലിയൊരു മരത്തിൽ ഇടിച്ചു തകർന്നു കിടക്കുന്നു. ആ മരത്തിന്റെ നടുഭാഗത്തായി കൊല്ലപ്പെട്ട നിലയിൽ രവിയുടെ മൃതദേഹം. ശരവണനുടൻ നാട്ടുകാരെയും പോലീസുകാരെയും ഒക്കെ വിളിച്ചുകൂട്ടി. ആദ്യം ബോഡി കണ്ടത് ശരവണനായതുകൊണ്ട് ശരവണന്റെ നേർക്കായിരുന്നു പോലീസിന്റെ സംശയമുയർന്നത്. പക്ഷേ ശരവണൻ തനിക്ക് സ്വാമിയെ സംശയമുള്ള കാര്യം വീഡിയോ ക്യാമറയിലെ ദൃശ്യങ്ങളടക്കം കാണിച്ച് പോലീസിനോട് പറയുകയാണ്. പോലീസും അത് വിശ്വസിക്കാൻ ആരംഭിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് സ്വാമി വന്നു. സ്വാമിയെ പിടികൂടാൻ ശരവണൻ സ്വാമിക്ക് പിന്നാലെ ചെന്നതും സ്വാമി അവിടെ നിന്ന് ഓടിപ്പോവാൻ നോക്കുന്നുണ്ടായിരുന്നു. പോലീസിന് ശരവണൻ പറയുന്നത് സത്യമാണെന്ന് തോന്നിയതോടെ സ്വാമിയുടെ രഹസ്യ സങ്കേതമായ കാടിന് നടുവിലുള്ള ഗുഹയിലേക്ക് പോലീസും ശരവണനും കൂടി പുറപ്പെടുന്നു. അവിടെയെത്തി സ്വാമിയുടെ സങ്കേതം പരിശോധിച്ചവർ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ശരവണന്റെ സഹോദരി
സഹോദരി സെൽവിയുടെയും ഭർത്താവ് സന്തോഷിന്റെയും മകൾ ശക്തിയുടെയും ഫോട്ടോ സ്വാമി പൂജയ്ക്ക് വെച്ചിരുന്നതായിരുന്നു. മൊത്തത്തിൽ മാന്ത്രിക വിധി പ്രകാരം ചെയ്യുന്ന കുറെ കാര്യങ്ങളുടെ സാന്നിധ്യവും അവിടെ കാണുന്നുണ്ടായിരുന്നു. അവർ അവിടം പരിശോധിച്ച് സ്വാമിയെ സംശയിച്ച് ഇറങ്ങി വരുമ്പോൾ സ്വാമി ആകട്ടെ അവിടുള്ള വലിയൊരു മരത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു. സ്വാമി തന്റെ കയ്യിലിരുന്ന ഫോട്ടോ നോക്കി അതിലുണ്ടായിരുന്നത് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ ആയിരുന്നു. അന്ന് രാത്രിയിൽ ഒരു വിചിത്ര സംഭവമുണ്ടായി. കൊട്ടാരത്തിൽ പ്രേത സാന്നിധ്യം ഉള്ളതുപോലെ അവിടുള്ള പലർക്കും തോന്നുന്നുണ്ടായിരുന്നു. ജൂനിയർ സർവണനും ഒരു പ്രേതം തന്റെ കൂടെ കളിക്കുന്നതായും മറ്റും അനുഭവപ്പെട്ടു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് സർവണൻ ഓടിവന്ന് തന്റെ മരുമകനെ ആശ്വസിപ്പിച്ചതുകൊണ്ട് ജൂനിയർ സർവണൻ കുറച്ച് സമാധാനത്തിലായി. ആ സമയമാണ് സർവണന്റെ പക്കൽ അവിടുത്തെ ഫോട്ടോ ആൽബം കിട്ടുന്നത്. സർവണൻ ഫോട്ടോ ആൽബത്തിൽ തന്റെ സഹോദരി സെൽവിയുടെയും മറ്റും കുടുംബത്തിന്റെ ഫോട്ടോകൾ നോക്കാൻ ആരംഭിച്ചു. അതിൽ ശക്തിയുടെ ബർത്ത്ഡേയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ജൂൺ 15-ാം തീയതിയായിരുന്നു ശക്തിയുടെ ബർത്ത്ഡേ. അതായത് അടുത്ത ദിവസം, കൃത്യമായി പറഞ്ഞാൽ ഉത്സവം അരങ്ങേറുന്ന അതേ ദിവസം. പെട്ടെന്ന് ഒരു കാര്യം കൂടി സർവണന്റെ ഓർമ്മയിലേക്കെത്തി. രവിയുടെ മൃതദേഹം കണ്ടപ്പോ നാളെ നിന്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഗ്രാമത്തലവൻ കരഞ്ഞു പറയുന്നത് സർവണൻ കേട്ടിരുന്നു. അങ്ങനാണെങ്കിൽ ഉത്സവ ദിവസമാണ് രവിയുടെയും പിറന്നാളുള്ളത്. ചില സംശയങ്ങൾ തോന്നിയ സർവണൻ നേരെ വില്ലേജ് ഓഫീസിലേക്ക് ചെന്നു. അങ്ങോട്ടേക്ക് അതിക്രമിച്ചു കയറി അവിടുത്തെ റെക്കോർഡുകൾ പരിശോധിച്ചു. പരിശോധനയിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ സർവണൻ കണ്ടെത്തി. ഉത്സവം നടക്കുന്ന 10 കൊല്ലത്തിന്റെ ഇടവേളയിലുള്ള ജൂൺ 6 ദിവസം പിറന്ന 3 പേരാണ് ആ ഗ്രാമത്തിലുള്ളത്. അതിൽ ഒരാളാണ് രവി. രവി കൊല്ലപ്പെട്ടു. മറ്റൊരാൾ ശക്തിയാണ്. പിന്നെയുള്ളയാളാകട്ടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമി ഫോട്ടോ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന അതേ ഇൻസ്പെക്ടറും. പിന്നാലെ 3 പേർക്കും ഒരു സാമ്യം കൂടി ഉള്ള കാര്യം സർവണൻ മനസ്സിലാക്കുകയാണ്. 3 പേരുടെയും ശരീരത്തിൽ ചുവന്ന നിറത്തിലുള്ള ഒരു മറുകുണ്ട്. ശക്തിയുടെ ശരീരത്തിലും അത്തരത്തിൽ മറുകുണ്ടെന്നറിയുന്നതും ശക്തിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് സർവണന് സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ശക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സർവണൻ ശക്തിയെ കിടത്തിയിരുന്ന മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയാണ്. മായയും സർവണന്റെ കൂടെയുണ്ടായിരുന്നു. മറുവശത്ത് സ്വാമിയാകട്ടെ എന്തോ പൂജയിലായിരുന്നു. ഉത്സവ തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഇൻസ്പെക്ടറും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു സമയം പിന്നിട്ടതും ഇൻസ്പെക്ടറെ കണ്ടെത്താൻ വേണ്ടി ശക്തിയെ നോക്കിക്കോളാൻ മായയെ ഏൽപ്പിച്ച് സർവണൻ സ്റ്റേഷനിലേക്ക് പോയി. സർവണൻ പോയി കുറച്ചു കഴിഞ്ഞതും കൊട്ടാരത്തിലേക്ക് ബാക്കിനെ ബന്ദിയാക്കി വെച്ചിരുന്ന പഴയ പൂജാരി വരികയാണ്. തന്റെ മകളെ നഷ്ടപ്പെട്ടു പോയെന്നും മകളെ രക്ഷപ്പെടുത്താൻ കന്യകയായ പെൺകുട്ടിക്ക് അമ്മന് പൂജ ചെയ്ത് വെറ്റിലയും പാക്കും ദക്ഷിണ കൊടുക്കണമെന്നും അവിടെയുള്ള കന്യകയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്നും കരഞ്ഞുകൊണ്ട് പൂജാരി പറയുന്നു. മായ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലെങ്കിലും സർവണന്റെ അമ്മ എന്താ കുഴപ്പമുള്ള, വെറ്റിലയും പാക്കും ദക്ഷിണ കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞ് പൂജാരിയെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അകത്തേക്ക് പൂജാരി കയറാൻ തുടങ്ങിയതും പൂജാരിയെ തടയുവാൻ ഒരു പ്രേതശക്തി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം സ്റ്റേഷനിലെത്തിയിരുന്ന ഇൻസ്പെക്ടർ ഞെട്ടിക്കുന്നൊരു കാര്യം മനസ്സിലാക്കി. കൊല്ലപ്പെട്ട് കിടന്ന രവിയുടെ ശരീരത്തിൽ മറ്റാരുടെയും ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നില്ല. സ്റ്റേഷന് വെളിയിൽ ആ സമയം സ്വാമിയെ കണ്ടതും സ്വാമിയെ പിടികൂടാനായി ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും കാടിനകത്തേക്ക് കയറുന്നു. മറുവശത്ത് പൂജാരിയാകട്ടെ ശക്തിയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. പക്ഷേ അവിടുണ്ടായിരുന്ന പ്രേതശക്തി പൂജാരിയെ കടന്നാക്രമിച്ചു. പൂജാരിയെ എടുത്ത് കൊട്ടാരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഇതേ സമയം ഇൻസ്പെക്ടറെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ശരവണനും കാടിനകത്തു നിന്നുള്ള വെടിയൊച്ച കേട്ട് കാടിനകത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. പ്രേതശക്തി പുറത്തേക്കെറിഞ്ഞ പൂജാരിയാകട്ടെ ഭയന്ന് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. സ്വാമിയാകട്ടെ ഇൻസ്പെക്ടറെ പിടികൂടി കൊണ്ടുപോയി. ശേഷം ചില കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. സ്വാമി ചില ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്കെത്തിയ ശരവണൻ സ്വാമി ഇൻസ്പെക്ടറെ കൊല്ലാൻ പോകുന്നു എന്ന് ചിന്തിച്ച് സ്വാമിയെ ആക്രമിച്ചു. ഒപ്പം കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു. പക്ഷേ സ്വാമി താൻ ഇൻസ്പെക്ടറെ കൊല്ലാനല്ല രക്ഷിക്കാനാ നോക്കുന്നത് എന്ന് ശരവണനോട് പറയുകയാണ്. ശരവണൻ തിരിഞ്ഞു നോക്കുമ്പോൾ വായുവിലേക്ക് ഉയർന്ന ഇൻസ്പെക്ടർ അന്തരീക്ഷത്തിൽ വെച്ച് ശൂലം പതിച്ച് കൊല്ലപ്പെടുകയായിരുന്നു. ഈ സമയം വീട്ടിലാകട്ടെ കോമയിൽ കിടന്നിരുന്ന ശക്തി ബോധത്തിലേക്ക് വരാൻ തുടങ്ങി. അവിടുണ്ടായിരുന്ന പ്രേതശക്തി തന്റെ രൂപം പൂണ്ടു. അതവരുടെ അമ്മയായ സെൽവിയായിരുന്നു. പ്രേത രൂപം പൂണ്ടിരുന്ന സെൽവി തന്റെ മകളെ സംരക്ഷിക്കുകയായിരുന്നു. ജൂനിയർ സർവണൻ തന്റെ അമ്മയുടെ ആത്മാവിനെ കൺമുമ്പിൽ നോക്കിക്കണ്ടു. അങ്ങനെ അടുത്ത ദിവസമായി, കൃത്യമായി പറഞ്ഞാൽ ഉത്സവത്തിന്റെ ദിവസം രാവിലെ ചില വിവരങ്ങൾ കിട്ടിയതനുസരിച്ച് ബാക്കിനെ അടിമപ്പെടുത്തിയിരുന്ന പൂജാരിയും ഭാര്യയും താമസിച്ചിരുന്നിടത്ത് പോലീസ് സംഘം പരിശോധനയ്ക്കെത്തുന്നു. പക്ഷേ വിചിത്രമായ രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന പൂജാരിയെയും ഭാര്യയെയുമായിരുന്നു അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇതേ സമയം കൊട്ടാരത്തിൽ ശക്തി സുഖപ്പെട്ടിരുന്നു. ശരവണൻ അത് കണ്ട് ഏറെ സന്തോഷിച്ചു. പക്ഷേ എന്തൊക്കെയോ ആപത്ത് നിലനിൽക്കുന്നു എന്ന് ശരവണൻ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അവിടുത്തെ പ്രേതബാധയൊക്കെ നേരിൽ കണ്ടിരുന്ന ശരവണന്റെ അമ്മ അവിടം വിട്ടുപോകാം എന്ന് ശരവണനോട് പറഞ്ഞെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമേ നമുക്ക് പോവാൻ പറ്റുള്ളൂ എന്ന് ശരവണൻ അമ്മയോട് പറയുന്നു. മറുവശത്ത്
പോലീസ് സ്റ്റേഷനിലാകട്ടെ ഇൻസ്പെക്ടർ കൂടി കൊല്ലപ്പെട്ടതോടെ പിടികൂടപ്പെട്ട സ്വാമിയെ ചോദ്യം ചെയ്യാൻ DSP അടക്കം എത്തുകയായിരുന്നു. കോൺസ്റ്റബിളിൽ നിന്ന് വിവരമറിഞ്ഞ സർവണനും അങ്ങോട്ടേക്കെത്തി. അവരെല്ലാവരും ഒന്നിച്ചിരുന്നപ്പോൾ സ്വാമി കാര്യങ്ങൾ പറയാൻ ആരംഭിച്ചു. താൻ ആരാണെന്നും എന്തിനാണ് അവിടെ എത്തിയതെന്നും. സ്വാമി ഭൈരവ യോഗി ഫാമിലിയിലെ ഒരു മെമ്പറാണ്. കൈലാസത്തിലാണ് വസിക്കുന്നത്. ദുഷ്ടശക്തികളെ ഇല്ലാതാക്കലാണ് അവർ വർഷങ്ങളായി ചെയ്തു പോകുന്നത്. വാക്കെന്നു പേരുള്ള വളരെ പഴക്കം ചെന്ന ഒരു ദുഷ്ടശക്തിയെ ഭൈരവ ഫാമിലിയിലെ പൂർവികർ അടക്കം ചെയ്ത് ഒരു നദിയിൽ വെച്ചിരുന്നു. പക്ഷെ ഒരു പൂജാരി അബദ്ധത്തിൽ അത് തകർത്ത് ബാക്കിനെ പുറത്തു കൊണ്ടുവന്നു. ബാക്കിന്റെ ആത്മാവിനെ, ശക്തിയെ തന്റെ കുടത്തിലേക്ക് ബന്ദിയാക്കിയെടുത്ത ആ പൂജാരി ബാക്കിനെ തന്റെ മകളായി അഭിനയിപ്പിച്ചു. പൂജാരിയുടെ മകളുടെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് നാട്ടുകാർക്കും ഞങ്ങൾക്കും ആ സത്യങ്ങൾ മനസ്സിലാവുന്നത്. പൂജാരിയുടെ വീട്ടിലേക്ക് പൂജാരിയെ തിരഞ്ഞു ചെന്നെങ്കിലും പൂജാരി അവിടം വിട്ടുപോയി എന്നായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പൂജാരി പോയിരിക്കാൻ സാധ്യതയുള്ളത് ഉജ്ജയിനിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. കാരണം അവിടുള്ള ദേവിയുടെ അതേ ശക്തിയുള്ള ദേവിയാണ് ഉജ്ജയിനിലും ഇവിടെ തമിഴ്നാട്ടിലുമുള്ളത്. ആ ദേവീ ശക്തിയുടെ പാരമ്യത്തിൽ മാത്രമേ ബാക്കിനെ അടിമപ്പെടുത്തി നിർത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് അത് സംഭവിച്ചത്. പൂജാരിയുടെ മകളുടെ രൂപത്തിലുണ്ടായിരുന്ന ബാക്കിന് തന്റെ ശക്തിമുറ്റ ആത്മാവ് എവിടെയാണ് പൂജാരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. പൂജാരി അത് ഒളിപ്പിച്ചു വെച്ചിരുന്നത് അവിടുത്തെ ക്ഷേത്രത്തിന്റെ മകുടത്തിന്റെ ഒന്നിനുള്ളിലായിരുന്നു. മറ്റൊരാളുടെ സഹായത്തോടെ അയാൾ തെറ്റിദ്ധരിപ്പിച്ച് ബാക്കത് വീണ്ടെടുത്തു. ബാക്കിന്റെ ആത്മാവ് ബാക്കിലേക്ക് തിരികെ എത്തിയതോടെ ബാക്ക് പൂർവാധികം ശക്തി പ്രാപിച്ചു. പക്ഷേ ഉത്സവ സമയമായതുകൊണ്ട് പരിപൂർണ ശക്തി ബാക്കിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായ ശക്തി തിരിച്ചു കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഉത്സവത്തിനോടനുബന്ധിച്ച് ബാക്കിന് 3 പേരെ വധിക്കണം. പക്ഷേ ഏതെങ്കിലും 3 പേർ പോരാ. ഉത്സവ ദിവസം ജന്മം കൊണ്ട് 3 പേർ തന്നെ വേണം. 10 കൊല്ലത്തിൽ ഒരിക്കലുണ്ടാകുന്ന മാസത്തിലെ മഹാനാഗ പഞ്ചമി ദിനത്തിൽ ജന്മം കൊണ്ടവർ. അവരുടെ ശരീരത്തിൽ ചുവന്ന നിറത്തിൽ ശക്തിമർഗം രൂപപ്പെട്ടിരിക്കും. അത്തരത്തിൽ ബാക്ക് കണ്ടെത്തിയ 3 പേരായിരുന്നു ശക്തിയും രവിയും ഇൻസ്പെക്ടറും. ആദ്യം ശക്തിയെ കൊല്ലാനായിരുന്നു ബാക്ക് ശ്രമിച്ചത്. അതിനുവേണ്ടി സെൽവിയുടെ ഭർത്താവ് സന്തോഷിന്റെ രൂപം പൂണ്ട് കൊട്ടാരത്തിലേക്ക് ബാക്കെത്തി. പക്ഷേ അവിടെ എത്തിയിരിക്കുന്നത് തന്റെ ഭർത്താവല്ല, ദുഷ്ടശക്തിയാണെന്ന് സെൽവി തിരിച്ചറിഞ്ഞിരുന്നു. സെൽവി അതോടെ തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ബാക്കിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് വിധേയയായി സെൽവി കൊല്ലപ്പെട്ടു. ബാക്ക് സെൽവിയെ തൂക്കിക്കൊന്നു. മരിക്കുമ്പോഴും തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ സെൽവി ശബ്ദം പോലും ഉണ്ടാക്കിയില്ല. ബാക്ക് സെൽവിയെ കൊന്നു മക്കൾക്കെതിരെ തിരിയാൻ നിൽക്കുമ്പോഴായിരുന്നു നാട്ടുകാർ അങ്ങോട്ടേക്ക് വന്നത്. അതോടെ സെൽവിയുടെ രൂപം പൂണ്ട ബാക്ക് നാട്ടുകാർക്കൊപ്പം ഭർത്താവ് മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ കാട്ടിലേക്കോടി. ആ സമയം അമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കാമെന്ന സെൽവി തെന്നി വീണ് തലയടിക്കുകയായിരുന്നു. രവി വന്ന് സെൽവിയെ കണ്ടു. സെൽവിയെ മായ ട്രീറ്റ് ചെയ്തു. വീട്ടിൽ പാർപ്പിച്ച് സെൽവിയെ ട്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചു. തന്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ പ്രേതരൂപം പൂണ്ട സെൽവി മകളെ സംരക്ഷിച്ച് കൊട്ടാരത്തിൽ താമസിക്കാൻ ആരംഭിച്ചു. അതോടെ ബാക്കിന് ശക്തിക്കടുത്തേക്കെത്തൽ എളുപ്പമായിരുന്നില്ല. ബാക്ക് അതുകൊണ്ട് അടുത്ത 2 പേരെ തിരഞ്ഞെടുത്തു. രവിയെ പിടികൂടി കൊലപ്പെടുത്തി. അടുത്തത് ഇൻസ്പെക്ടർ ആയിരുന്നു. ഇൻസ്പെക്ടറെയും വകവരുത്തി. ആ 2 കൊലപാതകം കൊണ്ട് ബാക്ക് അതിശക്തിയുള്ള പൈശാചിക ശക്തിയായി മാറി. ബാക്കിനെ ഇനി ഇല്ലാതാക്കുവാൻ ദൈവിക ശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹോമം കൊണ്ടോ പൂജ കൊണ്ടോ ഒന്നും കഴിയില്ല. ബാക്ക് ഈ ഉത്സവ ദിവസം ശക്തിയെ കൂടി ഇല്ലാതാക്കിയാൽ ദൈവിക ശക്തിക്കും ബാക്കിനെ തൊടാൻ പറ്റാത്ത രീതിയിൽ അത്രമേൽ ശക്തിയുള്ള പൈശാചിക ശക്തിയായി അത് മാറും. അത്രയും കേട്ടതും ഇതൊന്നും നേരത്തെ പറയാതിരുന്നത് എന്താണ് എന്ന് ഗ്രാമത്തലവൻ സ്വാമിയോട് ചോദിച്ചു. നിങ്ങളുടെ മകൻ മരണപ്പെട്ടപ്പോൾ അത് പറയാനായിരുന്നു ഞാൻ വന്നത്. പക്ഷെ അപ്പോൾ നിങ്ങൾ എന്നെ സംശയിക്കാൻ തുടങ്ങി. ഞാൻ നേരിട്ട് വന്നാൽ നിങ്ങൾ എന്നെ പിടിക്കുമായിരുന്നു. അതുകൊണ്ട് ഇൻസ്പെക്ടറെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കാര്യങ്ങൾ പറയാമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് എന്ന് സ്വാമി വ്യക്തമാക്കി. മറ്റൊരു കാര്യം കൂടി സ്വാമി പറഞ്ഞു. ഉത്സവത്തോടനുബന്ധിച്ച് പുണ്യജലം തളിക്കുവാൻ ക്ഷേത്രത്തിലേക്ക് വന്ന ബാക്കിനെ അടിമപ്പെടുത്തിയിരുന്ന പഴയ പൂജാരി മകുടം കാണാതായത് നോക്കിക്കണ്ടിരുന്നു. പേടിച്ചയാൾ തന്റെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ അപ്പോഴേക്കും ശക്തി പ്രാപിച്ചിരുന്ന ബാക്ക് പൂജാരിയുടെ ഭാര്യയെ കൊലപ്പെടുത്തുകയും പൂജാരിയെ കൊന്ന് പൂജാരിയുടെ രൂപം പ്രാപിക്കുകയും ചെയ്തു. ശക്തിയെ കൊലപ്പെടുത്താൻ അവിടെ നിന്നും പൂജാരിയുടെ രൂപത്തിൽ ബാക്ക് കൊട്ടാരത്തിലേക്കും ചെന്നിരുന്നു. പക്ഷേ അവിടുണ്ടായിരുന്ന സെൽവിയുടെ പ്രേതം ബാക്കിനേക്കാളും ശക്തി ചെലുത്തി ബാക്കിനെ അവിടെ നിന്ന് പായിച്ചു. പക്ഷേ ബാക്കിപ്പോൾ ഇൻസ്പെക്ടറെയും കൊന്ന് കൂടുതൽ ശക്തിയുറ്റതായി മാറിയിരിക്കുകയാണ്. സെൽവിയുടെ പ്രേതത്തെ ഇല്ലാതാക്കിയാലേ ശക്തിയെ തൊടാൻ കഴിയൂ എന്ന് ബാക്കിനറിയാം. ബാക്ക് അതുകൊണ്ട് അതിനായിരിക്കും ശ്രമിക്കുക എന്നും സ്വാമി കൂട്ടിച്ചേർത്തു. പിന്നാലെ സരവണൻ അവിടെ നിന്ന് പോരുകയാണ്. സ്വാമി അത് പറഞ്ഞെങ്കിലും സ്വാമിയെ തൽക്കാലം ജയിലിലിടാൻ DSP നിർദ്ദേശിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് പുകരൂപത്തിൽ ബാക്ക് എത്തുകയായിരുന്നു. ബാക്കിന്റെ വരവും പ്രവൃത്തികളും കണ്ടതും ജയിലിലടച്ചിരുന്ന സ്വാമിയെ കോൺസ്റ്റബിൾ
കോൺസ്റ്റബിൾ മോചിപ്പിച്ചു. സ്വാമി തന്റെ ശക്തി ഉപയോഗിച്ച് ബാക്കിനെ അടക്കാൻ ശ്രമിച്ചു. സ്റ്റേഷനിൽ നിന്നും ബാക്കിനെ സ്വാമി പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ സ്വാമിയുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. ഗ്രാമത്തലവൻ പരിക്കേറ്റ പോലീസുകാരെയും സ്വാമിയെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറുവശത്ത് കൊട്ടാരത്തിലേക്ക് എത്തിയിരുന്ന ശരവണൻ മക്കൾക്കു വേണ്ടി തന്റെ പെങ്ങൾ ചെയ്ത ത്യാഗമോർത്ത് ഏറെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും കൊട്ടാരത്തിലേക്ക് ആശുപത്രിയിൽ നിന്നും മായ മടങ്ങി വരാൻ തുടങ്ങി. പെട്ടെന്ന് സെൽമിയുടെ ആത്മാവ് ഉണർന്ന് പ്രവർത്തിച്ചു. കൊട്ടാരത്തിനകത്തേക്ക് മായയെ കയറ്റാതെ മന്ത്രശക്തി കൊണ്ട് തെറിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഇറങ്ങിച്ചെന്നു. ശരവണൻ എന്താണ് മായക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് എന്നത് പരിശോധിച്ചു. മായയുടെ കോട്ടിലായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. മായയുടെ ഡോക്ടർ കോട്ടിൽ ഒരു രക്തം പതിച്ചിരുന്നു. ബാക്കുണ്ടാവുക ആ രക്തം പതിച്ച ആളുടെ ശരീരത്തിലായിരിക്കും എന്നതോടെ ശരവണൻ തിരിച്ചറിയുകയാണ്. അതാരുടേതെന്നറിയാൻ മായക്കൊപ്പം ശരവണൻ ആശുപത്രിയിലെത്തി. കോട്ടിലെ രക്തക്കറ പരിശോധിക്കാൻ തുടങ്ങി. വൈകാതെ ആ രക്തക്കറ സ്വാമിയുടേതായിരുന്നു എന്ന് ശരവണൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നു. അതായത് ബാക്കിപ്പോൾ ഉള്ളത് സ്വാമിയുടെ ശരീരത്തിലാണ്. സ്വാമി ബാക്കിനെ തടഞ്ഞിരുന്നില്ല. സ്വാമിയെ കൊലപ്പെടുത്തിയ ബാക്ക് സ്വാമിയുടെ ശരീരത്തിൽ കയറി സ്വാമിയുടെ രൂപം സ്വീകരിക്കുകയായിരുന്നു. അതോടെ സ്വാമി എവിടെയെന്ന് ശരവണൻ അന്വേഷിക്കാൻ തുടങ്ങി. ഗ്രാമത്തലവനാണ് സ്വാമിയെ അവസാനമായി കൊണ്ടുവന്നതും ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയതും എന്ന് മനസ്സിലാക്കിയ ശരവണൻ ഗ്രാമത്തലവന്റെ അടുത്തെത്തി. ഉത്സവ ചടങ്ങുകളിൽ ഗ്രാമത്തലവൻ പങ്കെടുക്കുകയായിരുന്നു. സ്വാമി എവിടെയെന്ന് ഗ്രാമത്തലവനോട് ശരവണൻ ചോദിച്ചെങ്കിലും ഗ്രാമത്തലവൻ പറയുന്നുണ്ടായിരുന്നില്ല. ഗ്രാമത്തലവന്റെ ആളുകളുമായി ആ ഒരു അവസരത്തിൽ ശരവണന് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ ഗ്രാമത്തലവന്റെ കാറിന്റെ ഡിക്കിയിൽ ഉണ്ടായിരുന്ന സ്വാമിയുടെ മൃതദേഹം ഞെട്ടലോടെ ഗ്രാമത്തലവൻ കാണുകയാണ്. അതോടെ താൻ തന്റെ ആളുകൾക്കൊപ്പം പറഞ്ഞയച്ചത് ആരെയാണ് എന്ന് ഗ്രാമത്തലവൻ ഞെട്ടി ചോദിക്കുന്നു. എങ്ങോട്ടേക്ക് പറഞ്ഞയച്ചെന്ന എന്ന് ശരവണൻ ഗ്രാമത്തലവനോട് തിരക്കി. ഗ്രാമത്തലവൻ പറഞ്ഞു, ബാക്കിനെ ബന്ദിയാക്കാൻ ശക്തിക്കടുത്തേക്ക് ബാക്കിനെ കൊണ്ടുവരണമെന്നും അതിന് സെൽവിയുടെ ആത്മാവിനെ ഇല്ലാതാക്കണം എന്നും സ്വാമി പറഞ്ഞെന്നും അതിനുവേണ്ടി അടക്കം ചെയ്ത സെൽവിയുടെ മൃതദേഹം ചിതയൊരുക്കി കത്തിക്കാൻ വേണ്ടി തന്റെ ആളുകളെയും കൂട്ടി സ്വാമി പോയിരിക്കുകയാണെന്നും ഗ്രാമത്തലവൻ വ്യക്തമാക്കി. ഗ്രാമത്തലവനെ സ്വാമിയുടെ രൂപത്തിലുള്ള ബാക്ക് കബളിപ്പിച്ചെന്നും ആദ്യഘട്ടത്തിൽ സെൽവിയുടെ ആത്മാവിനെ ഇല്ലാതാക്കി ശക്തിയെ കൊല്ലാനാണ് ബാക്കിന്റെ ശ്രമമെന്നും ശരവണൻ തിരിച്ചറിഞ്ഞു. ഇതേസമയം സ്വാമിയുടെ രൂപത്തിലുള്ള ബാക്കാകട്ടെ ഗ്രാമത്തലവന്റെ ആളുകളുടെ സഹായത്തോടെ സെൽവിയുടെ മൃതദേഹം പുറത്തെടുത്ത് ചിതയൊരുക്കിയിരുന്നു. കൊട്ടാരത്തിൽ നിന്നും സെൽവിയുടെ ആത്മാവ് ആ പ്രദേശത്തേക്കെത്തി. അവിടെ വെച്ച് ദുഷ്ടശക്തിയായ ബാക്കും നല്ല പ്രേതമായ സെൽവിയുടെ ആത്മാവും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെ നടന്നു. പക്ഷേ ശക്തിയുറ്റ ബാക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സെൽവിയുടെ ആത്മാവിന് കഴിയുമായിരുന്നില്ല. സെൽവിയുടെ ആത്മാവിനെ ബന്ദിയാക്കി സെൽവിയുടെ മൃതദേഹത്തിലേക്ക് ആവാഹിച്ച് ബാക്ക ചിതയ്ക്ക് തീ കൊളുത്തി. കൃത്യം ആ സമയം ശരവണനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സെൽവിയുടെ ആത്മാവ് അപ്രത്യക്ഷമാവുന്നതിനു മുമ്പ് തന്റെ മക്കളെ രക്ഷിക്കണേ എന്നു മാത്രം ശരവണനോട് പറഞ്ഞു. ശരവണൻ ഉടൻ ഫോണെടുത്ത് സ്വാമിയുടെ രൂപത്തിലാണ് ബാക്കുള്ളതെന്നും കൊട്ടാരത്തിലേക്കെത്തി ശക്തിയെ ആക്രമിക്കാൻ ബാക്ക് ശ്രമിക്കുമെന്നും ശക്തിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവിടെയുള്ളവരോട് വിളിച്ചു പറയുകയാണ്. അവർ അതിനുള്ള ശ്രമം ആരംഭിച്ചു. വൈകാതെ സ്വാമിയുടെ രൂപത്തിലുള്ള ബാക്കും അങ്ങോട്ടേക്കെത്തി. നിരവധി തടസ്സങ്ങൾ ഏർപ്പെടുത്താൻ അവിടെയുള്ളവർ ശ്രമിച്ചെങ്കിലും ബാക്കിനതൊന്നും വിഷയമേ ആയിരുന്നില്ല. പൂജാമുഹൂർത്തവും ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന സമയവുമായിരുന്നതിനാൽ ബാക്കിന്റെ ശക്തി ക്ഷയിച്ചിരുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ ബാക്കിന് കഴിഞ്ഞിരുന്നില്ല. ബാക്കിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കെ മായ വിദഗ്ധമായി ശക്തിയെയും കൂട്ടി അമ്പലത്തിലേക്ക് എത്തി. പൂജാ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ നിന്നു പിന്നാലെ ശക്തി അവിടെല്ലെന്ന് തിരിച്ചറിഞ്ഞ ബാക്ക് നേരെ അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ശരവണൻ ശക്തിയുടെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരുന്നു. ശരവണനൊപ്പം ശക്തിയെ കണ്ട് അങ്ങോട്ടേക്കെത്തിയ ബാക്ക് ശക്തിയെ പിടികൂടാൻ ശരവണന് പിന്നാലെ ചെല്ലാൻ തുടങ്ങി. ശരവണൻ ബാക്കിനെ വകവരുത്തുവാനും ശക്തിയെ പ്രൊട്ടക്ട് ചെയ്യുവാനും അവിടെ സൃഷ്ടിച്ചിരുന്ന അസുര വിഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി. അതിനകത്തുകൂടെ ഏറ്റവും മുകളിൽ അസുര വിഗ്രഹത്തിന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക് പോവാൻ ശ്രമിച്ചു. പക്ഷേ ബാക്കാകട്ടെ പലതരത്തിൽ ശക്തിയെ പിടികൂടാനും ശരവണനെ വകവരുത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും നീണ്ട ശ്രമത്തിനൊടുവിൽ അസുര വിഗ്രഹത്തിന്റെ കണ്ണിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ ശരവണനും ശക്തിക്കും സാധിക്കുകയാണ്. ശക്തിയെ പിടികൂടാൻ ബാക്ക് അങ്ങോട്ടേക്ക് കടന്നെത്തിയതും ശരവണൻ ശക്തിയെയും കൂട്ടി അവിടെ നിന്ന് താഴേക്ക് ചാടി. ദേവി വിഗ്രഹത്തിൽ നിന്നും ശൂലം പാഞ്ഞുപോകുന്ന അസുരനെ വകവരുത്താൻ നിൽക്കുന്ന ആ മുഹൂർത്തമായിരുന്നു അത്. ബാക്ക് കണ്ണിന്റെ ഭാഗത്തെത്തിയതും ദേവി വിഗ്രഹത്തിൽ നിന്നും തൃശൂലം അസുര വിഗ്രഹത്തിലേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി. ദേവി തന്നെ കൊല്ലാൻ വരുന്നത് ബാക്ക് മുമ്പിൽ കണ്ടു. ബാക്കിന് അനങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് താഴേക്ക് എടുത്തു ചാടിയ ശരവണനും ശക്തിയും സുരക്ഷിതമായി താഴെയെത്തി. ദേവിയുടെ ശക്തി കൊണ്ടും
ദേവിയുടെ ശൂലമേറ്റും ബാക്കില്ലാതാക്കപ്പെടുകയാണ്. ശരവണനും ശക്തിയും മായയും അവിടുത്തെ നാട്ടുകാരും അത് നോക്കിക്കണ്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചിരുന്നു. അവർ താമസിച്ചിരുന്ന കൊട്ടാരം ഏറ്റെടുത്ത് അതൊരു ആശുപത്രിയാക്കുവാൻ ഒരു വലിയ ഗ്രൂപ്പ് ആ ഗ്രാമത്തിലെത്തി. ഏവരും അതിന്റെ സന്തോഷത്തിലായിരുന്നു. കുട്ടികൾ ഓടിക്കളിക്കാൻ മുറ്റത്തേക്കിറങ്ങി. അവർ ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ അദൃശ്യമായൊരു ശക്തി ബോൾ തിരികെ അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് സിൽവിയുടെ ആത്മാവായിരിക്കണം. കുട്ടികൾ ആ ആത്മാവിനൊപ്പം കളിക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.